8 നില പൊട്ടും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. എനിക്ക് വൈരാഗ്യമില്ല. കാരണം എന്താ പറയുക, അയാൾക്ക് വായി വരുന്ന മൊത്തം വിളിച്ചു പറയാൻ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ ഗർഭിണികളുടെ കാര്യം പറഞ്ഞു. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. ഇതുപോലൊരു പൊട്ടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, സത്യം പറയാലോ. അത് ഡെഫിനറ്റ്ലി ആണ്. അയാൾ ഒരു പൊട്ടനാണ്, കാര്യം വിടും. ഇതൊരു പബ്ലിക് ന്യൂസൻസ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അയാൾ തന്നെ വോട്ട് ചിലപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് കുത്താൻ മറന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? എനിക്കത് ഏതാ വല്ല മണ്ടത്തരം ഇല്ലാത്തത്. അയാൾ ചെയ്യുന്ന എല്ലാം വേണ്ടാത്തൊന്നും വിളിച്ചു പറയരുത് കേട്ടോ. പൊതുവെ മണ്ടത്തരമാണ് കാണിക്കുന്നത് പറയുന്ന എല്ലാം മണ്ടത്തരം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞ ഗർഭിണികളുടെ കാര്യം എനിക്കൊന്നും ഞാൻ പറയാനില്ല. ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. അയാൾക്ക് സുഖപ്രസവമായിരുന്നു, സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കല്ലേ. ചെറുപ്പം ഒരു തമാശ എന്ന് പറയുന്നത് ശരിയാണോ? അയാൾ പറഞ്ഞത് എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം അയാൾക്ക് അറ്റൻഷൻ കൊടുക്കുക. അയാൾ പൊട്ടൻ. ഒരു വിവരമില്ലാത്ത മനുഷ്യൻ. അത് പോട്ടണു അല്ല. പിന്നെ അയാൾ എന്തിനു വന്നെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അയാൾ ഇങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് ഓരോ കാര്യം വന്നു പറയും. അലൻ ജോസ് പെരേര അഖിൽമാരെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി.